ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിന്ന് വന്നത് ഒരു നെയ്യപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നെയ്യപ്പം ഉണ്ടാക്കാനായിട്ട് ഞാനൊരു 500 പച്ചരി എടുത്ത് നന്നായി കുതിർത്തി കഴുകി ഊറ്റിയെടുത്തതാണിത്. അതിലോട്ട് ആവശ്യത്തിന് ശർക്കരയും എടുത്തിട്ടുണ്ട്. ശർക്കര ഞാൻ ഉരുക്കിയെടുത്തതാണിത്. ഇനി മിക്സിയുടെ ജാറെടുത്തിട്ട് പച്ചരി അതിലിട്ടിട്ട് ശർക്കര പാനിയോട് ചേർത്ത് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുകയാണ്. അപ്പോൾ മാവ് നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. അടുത്തതും കൂടെ ഞാൻ അടിച്ചെടുക്കുകയാണ്. ഇതിലോട്ട് ഞാൻ വെള്ളം ചേർത്തിട്ടില്ല, ശർക്കരപ്പാനി മാത്രം ചേർത്തിട്ടാണ് അടിച്ചെടുക്കുന്നത്. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ശർക്കരപ്പാനി ചേർത്ത് അടിച്ചതുകൊണ്ട് നമുക്ക് നല്ല തരിയൊക്കെ കിട്ടിയിട്ടുണ്ട്. നെയ്യപ്പത്തിനുള്ള തരി കിട്ടിയിട്ടുണ്ട്. ഇനി അതിലോട്ട് ഒരു പിഞ്ച് അപ്പക്കാരം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലോട്ട് ഒരു സ്പൂണ് കരിഞ്ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് 2 ടീസ്പൂൺ ബട്ടർ ചേർത്തിട്ട് തേങ്ങാക്കൊത്തൊന്ന് വറുത്ത് കോരുകയാണ്. ഇനി അത് മാവിലോട്ട് ഒഴിച്ച് കൊടുക്കുക. ബട്ടറോ നെയ്യോ ഓയിലോ എന്തായാലും മതി കേട്ടോ. ഞാൻ എൻ്റെ കയ്യിൽ ബട്ടർ ഉള്ളതുകൊണ്ട് ബട്ടർ ചേർത്ത് കൊടുത്തതാണ്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കൊരു 1/2 ടീസ്പൂണ് ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാൽ ടീസ്പൂണ് നല്ല ജീരകം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മളെ ചട്ടി ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് മാവ് ഒഴിച്ച് കൊടുക്കാം. ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നെയ്യപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതും കൂടെ അങ്ങനെ തന്നെ ചുട്ടെടുക്കാം. അടുത്തത് അങ്ങനെ തന്നെ ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എണ്ണ അതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ ആക്കി കൊടുക്കണം നെയ്യപ്പത്തിൻ്റെ, അല്ലെങ്കിൽ പൊട്ടിപ്പോവും. ഉള്ളു നല്ല സോഫ്റ്റും ചുറ്റുഭാഗവും നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു നെയ്യപ്പാണിത്. അപ്പോൾ നെയ്യപ്പം അങ്ങനെ ഓരോന്നോരോന്നായി ഞാനിങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട്. മുകളിലോട്ടൊന്ന് തൂവി കൊടുക്കണം, അല്ലെങ്കിൽ പൊട്ടിപ്പോവും. അപ്പം നമ്മളെ നെയ്യപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ ബൈ, താങ്ക് യു.